രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യയിൽ വലിയ വീരവാദത്തോടുകൂടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന അവകാശവാദം ഏതാണ്ട് ഇന്ത്യയിൽ പ്രമുഖരായ മാധ്യമപ്രവർത്തകരും തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് നല്ല രീതിയിൽ അറിയപ്പെടുന്നവരുമായ പലരും മാധ്യമങ്ങളും BJPക്ക് വലിയ തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും കള്ള കേസിൽ ഉൾപ്പെടുത്തിയും പാർട്ടികളെ തന്നെ പിളർത്തിയും NDAക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാനാകുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അതിനോടൊപ്പം പലരെയും പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുകയും ചെയ്തിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഹിന്ദുത്വ വികാരം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മോഡി ഗ്യാരണ്ടി എന്ന അവകാശവാദവും അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ചെപ്പടി വിദ്യകളെയും ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ. മാത്രമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക തകർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവസാന ഘട്ടമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ സംരക്ഷണവും അതുപോലെ സംവരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം ഉയർന്നു വരികയും ചെയ്തു. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ജനകീയ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കർഷകരും തൊഴിലാളികളും വനിതകളും വിദ്യാർത്ഥികളുമെല്ലാം നടത്തിയിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ രാജ്യത്തെ കർഷകർക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന BJP ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലും ഈ ജനകീയ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള ശക്തിയായ ജനങ്ങളുടെ പ്രതിഷേധത്തോടെ സമനില തെറ്റിയ രീതിയിലാണ് പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വാർത്താ സമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവവികാസങ്ങൾക്ക് ശേഷം
ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള 70ഓളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത്. 70 അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി. പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ നേരെ അവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെയുണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്. ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലെനിനും ഹോച്ചിമിനും നെൽസൺ മണ്ടേലയും ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കൾ, മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ പറ്റി പറഞ്ഞ കാര്യം ലോകം അറിയുന്നതാണ്. ഗാന്ധിജിയെ അപമാനിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്, അവമാനിക്കുക എന്നുള്ള പദമല്ല നല്ലത്, വധിക്കാൻ ഗോഡ്സെ ചെയ്തതിനേക്കാളും വലിയ പദം ഇപ്പോഴും നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവസാനം ഇപ്പോഴും ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാലോ ബുദ്ധനെങ്ങനെയാണ് ഈ പറയുന്ന പുതിയ സന്യാസിയായിട്ട് മാറിയത്. അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല, ഇത് നിങ്ങൾ ധരിക്കണ്ട, എനിക്ക് വിവേകാനന്ദ പാറയിൽ ഞാൻ തപസ്സിരുന്നപ്പോൾ, തപസ് എന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ദൈവപരമായിട്ടുള്ളൊരു സൃഷ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും 4-ാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്നും പറയാൻ സാധിക്കാത്ത രീതിയിലാണ് രാഷ്ട്രീയം ഇതുപോലെ ആധപ്പതിപ്പിച്ച, വർഗീയവൽക്കരിപ്പിക്കുക, പരിവൽക്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമുക്കെല്ലാം ഒരു വലിയ വാർത്തയായിട്ടൊന്നും പത്രമാധ്യമങ്ങളിൽ സ്ഥലം കിട്ടില്ല. അത് ശശി തരൂരിൻ്റെ PA-യുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. 1/2 കിലോ സ്വർണം അദ്ദേഹവുമായിട്ട് ഇടപാട് നടത്തുന്ന സന്ദർഭത്തിൽ കസ്റ്റംസ് പിടിച്ചിരിക്കുകയാണ്. കള്ളക്കടത്ത് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് എയർപോർട്ടുകളുമായിട്ട് കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ശശി തരൂർ MP-യുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാരൻ ശിവകുമാർ പ്രസാദ് എയർപോർട്ടിലേക്ക് കടത്തുകയും
ഇത്തരത്തിൽ 1/2 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ആയിട്ടില്ല. അതിനെ ഗൗരവവും പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതാണ് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു നിലപാട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്ന് കോടതി, താഴെക്കോടതി, ഹൈക്കോടതി എല്ലാം തള്ളിക്കളഞ്ഞാൽ അപവാദ പ്രചരണങ്ങൾ പുതുതായി രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ചിലർ ഗവേഷണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമന ഇന്റർനാഷണലിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വലിയ വാർത്ത ഉണ്ടായതാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മുണ്ടാക്കില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കോടതി തന്നെ കുറ്റവിമുക്തമാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പീലുമായി പോയി CBI പുതിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കേൾക്കേണ്ടതുള്ളൂ എന്ന മുന്നറിയിപ്പ് ഇപ്രാവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കളക്കടത്ത്, കൈതോല വായിൽ കെട്ടിയ പണം, എല്ലാവർക്കും അറിയുന്ന നട്ടാൽ കുറുക്കാത്ത മുണ കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ പറയാനും ചില ആളുകൾ അത് പ്രചരിപ്പിക്കാനും ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജിന്റെ ആരോപണവും വരുന്നത്. എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണ പരമ്പര മാധ്യമങ്ങളും UDFും BJPയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. മാത്യു കുഴൽനാടനും ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച് കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ് ഒരു മൂലക്ക് ഇരിക്കുക. അദ്ദേഹത്തെ കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവകാശമാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്താണ് ഇതിലെ യഥാർത്ഥ സ്ഥിതിയെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ UDFിൻ്റെയും BJPയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ്. ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം 2011 രജിസ്റ്റർ ചെയ്ത ലണ്ടൻ, ഇറ്റലി, ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി. ഇങ്ങനൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം. അവരെന്നെ പറഞ്ഞു, വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ, വീണയുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ
ഞാൻ പേരെടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ പറയാം, ഇങ്ങനെയൊരു വാർത്ത വന്നപ്പോഴും പ്രതിപക്ഷ അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ 2 കമ്പനികളെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സൊല്യൂഷനും അതുപോലെ തന്നെ കൺസൾട്ട് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. എക്സലോജിക് സൊല്യൂഷനും എക്സലോജിക് കൺസൾട്ടും ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല. രണ്ട് കമ്പനിയാണ്, ഒരു ബന്ധമില്ലാത്ത 2 കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി. ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ കാര്യം മൂടി വെച്ച് എന്തോ ഒരു ബന്ധം ഈ 2 കമ്പനികൾ തമ്മിലുണ്ട്, അക്കൗണ്ടുകൾ തമ്മിലുണ്ട്, കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. എല്ലാ അർത്ഥത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുക, ആ കള്ളപ്രചരണം വാർത്തയാക്കി ചർച്ച ചെയ്യുക, ആ ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാനാവുമോ എന്നുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുള്ള, ഞാൻ നേരത്തെ പേര് പറഞ്ഞ പത്രങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്കറിയാം, ഒരേ പേരിൽ എത്ര ആളുകളുണ്ടാവും? ഒരേ പേരിൽ സ്ഥലങ്ങൾ തന്നെ ഒരേ പേരിലുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് പറയാം. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിയുടെ പേർ പിണറായിയുടെ കമ്പനി എന്ന് സാമ്യമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഇവിടെ സൃഷ്ടിച്ചത്. ആ കള്ളക്കഥയാണ് ഒളിഞ്ഞുപോയത്. ജനിക്കുമ്പോൾ തന്നെ തകർന്നു പോയ കള്ളമാണ് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തത്. BJP-കാരനായ ഷോൺ ജോർജ് ആവർത്തിച്ചതുമായ അബുദാബിയിലെ അക്കൗണ്ടിൻ്റെ കഥ. അത്രയും ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നു. പണ്ട് ഇതുപോലെ നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ച് ഒരു തെളിവും ഇന്നേ വരെ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന നിരവധി കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുപോലും ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത്. ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യമാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ CPM-നെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എല്ലാ കാലത്തും കള്ളപ്രചാരവേല നടത്തി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന് നേരിടേണ്ടി വരും. സാധാരണ നേരിടുക എന്ന് പറയുമ്പോൾ ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ തരംതാണ പത്രപ്രവർത്തനമാണ്. കേരളത്തിൻ്റെ പത്രപ്രവർത്തനത്തെ തന്നെ പരിഹാസ്യമാക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 100 കണക്കിന് പ്രാവശ്യം. അങ്ങനെയുള്ള അവസരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ നേരെ ജനങ്ങൾ എടുക്കേണ്ടുന്ന സമീപനം എന്നുള്ളത് കാണേണ്ടി വരും. ഉപന്യാസം പറയാൻ നിങ്ങൾ അവകാശമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പത്രമുണ്ട്, നിങ്ങൾ മാധ്യമമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് പറയാം, എന്ത് തോൽക്കാസം വിളിച്ചു പറയാം, എന്ത് കളവും പറയാം, ആരെങ്കിലും വിശ്വസിച്ചോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നത് ശരിയായ ഒരു പത്രധർമ്മമല്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നു.
നിയമം എന്ന് പറയുന്നത് തന്നെ അവകാശം ഇതിലൂടെ നടപടിയെ പറ്റി അറിയിക്കും. നിയമം ഇതിന്റെ അക്ഷരത്തിലുള്ള നിയമം ഇവിടെ കള്ള കഥ ഉണ്ടാക്കുക, കള്ള കഥ പറയാ പറഞ്ഞാൽ മുതലേ കുടിഞ്ഞു പോകും. പിന്നെ ഇത് അതിന് നേരിടാൻ എന്തിനും പോലീസ്, അതിന് നേരിടാൻ എന്തിന് കോടതി, ഒരു കാര്യമില്ല. കളവാണ് പറയുന്നത് രാജ്യത്തോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോടതി കൊണ്ടുവരുന്ന കാര്യമാണ്. അതിന് കോടതി പോകാൻ ഉദ്ദേശിക്കുന്നു. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് ഒരു കാര്യമില്ല. അതിലല്ലേ പറഞ്ഞേ ഇതിൻ്റെ അകത്ത് പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. മറ്റേ ഞാൻ 30 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ കേസ് ഒഴിവാക്കിയാൽ എന്ന് പറയുന്നൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പറയാനാണ് പോയത്. അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോപണമല്ല, ഇത് ആരോപണം കളവല്ലേ, കളവൻ ആരോപണം എന്താ പറയാ. നിങ്ങൾ ഇത് വിശ്വസിക്കാൻ അങ്ങനെയുള്ള അതുകൊണ്ട് കളവും അതുപോലെ തന്നെ ആരോപണം രണ്ടല്ലേ. ആരോപണം ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് വസ്തുതയില്ല, അതൊന്നും അവതരിപ്പിക്കണം. ഇത് പച്ച കള്ളം പറയാണ്, തോന്നിയാസം പറയാത്ത ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം. അതിനെന്ത് കേസ്, അതിനെന്ത് നടപടി, വേറെ അതിന്റെ നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചത്. മനസ്സിലായോ? എന്ത് തോന്നിയാസം പറയാന്ന് വിചാരിച്ചാൽ ആ തോന്നിയാസം പറയുന്നതിന് മുഴുവൻ കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങളെ വെച്ചാൽ മതി തയ്യണം. അതല്ലേ പ്രതിപക്ഷ നേതാവിന് പ്രതികരണമില്ല, ഉള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന് അനുകൂലമാണ്. ആർക്ക് ഈ കള്ളക്കടത്തുന്ന ആർക്കും ആൾക്കാർ അനുകൂലമാണ്. ഇപ്പോൾ അദ്ദേഹം സ്റ്റാഫിന്റെ ഭാഗമല്ല, സ്റ്റാഫിന്റെ ഭാഗമല്ലാത്ത കള്ളക്കടത്ത് അവസാനിക്കും. ഭ്രാന്താണ്, ഭ്രാന്ത്. ഒരുതരം കളവ്, മറ്റൊരു ഭ്രാന്ത്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളാണ്. അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ വിജയോ അതിന്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജവും തളിപ്പറമ്പിലില്ല. അത് വർഗീയമാണെന്ന്, വർഗീയതയാണ്. എന്താ പറയുന്നത്, തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ ഗാന്ധിയെ പറ്റി പറഞ്ഞിരിക്കും. ഗാന്ധിയെ കൊണ്ട് കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദിയെങ്കിൽ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കേണ്ടി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെയൊരു ക്ഷേത്രമല്ല. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം. എല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ, എല്ലാത്തിനും വേണ്ടി ജോലി കൊടുക്കുക. അല്ലെങ്കിൽ കലക പറാതകളും അതിന്റെ വസ്തുത പറഞ്ഞാലും നേരെ മാറ്റികളെ. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കും പറഞ്ഞോ, പറയണ അപ്പം ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഭ്രാന്തി എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക? പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരിക്കും. ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ്. അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രം. ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല. അതായത് അത് ലോകത്തിലെ വിവിധ മേഖലയിൽ നിന്ന് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇങ്ങനെയുള്ള തോന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് കണ്ടിട്ട് എന്താ പറയാ, എന്ത് പദപ്രയോഗം പോകണം. പിന്നെ സുധാകരൻ പറയേണ്ടത് സുധാകരൻ അറിയുന്നതാണ്. അപ്പൊ ഒന്ന് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കളവാണ് എന്ന് പറഞ്ഞാൽ ജയിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് കൊടുത്താൽ ആ കളവിന് വേറെന്താ വിവരം പറയാ. രണ്ട് കമ്പനി, ഒരു കമ്പനി ഇവിടെ, മറ്റൊരു കമ്പനി വിദേശം.
ആ കമ്പനി ഈ കമ്പനി എന്നുള്ള യാതൊരു ബന്ധമില്ലാതെ വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവുന്നതിനാണ് വേറെ എന്താ പറയുക? അത് ആഘോഷിക്കാൻ മനോരമ പോലുള്ള പത്രം കളവാണ് ആ പദവി ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ പറയുന്നത് ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കും. ഇന്ന പദം ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ അനുയോജ്യമായ 2 പദം ഉപയോഗിച്ചു. ഒന്ന് കളവും ഉപയോഗിച്ചു, മറ്റൊന്ന് കളവും. അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതിൽ അപ്പുറം പറയേണ്ടതാണ്. അത് ഇലക്ഷൻ ഞാൻ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമാക്കാം. ഞങ്ങൾക്ക് ആലോചിച്ചില്ല, നെല്ലിൽ ആലോചിച്ചുണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ അതൊന്നും ആലോചിച്ചിട്ടേ. ഇതിപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, സെക്രട്ടറി ആലോചിച്ചു അവരുടെ സമയം. അതാണ് അവർക്ക് ഈ ശുചീകരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നല്ലപോലെ കടൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം കൊണ്ട് തല്ലിയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതായത് കോൺഗ്രസ്സുകാർ തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘടനയെ ഏറ്റവും അവസാനത്തെ സ്ഥിതി ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിഷമിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ ഒരു കാര്യം. KSU എന്നൊക്കെ പറയുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ അവസാനിപ്പിച്ച് അതിൻ്റെ അവസാനത്തേക്ക് കൊണ്ടുകൊണ്ടിരിക്കുന്ന സംഘടനയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കള്ളും കുടിക്കും, തട്ടുകയും ചെയ്യും, എല്ലാ കാര്യവും ഇതിൻ്റെ ഭാഗമായിട്ട്. അതിന് കരയ്ക്കാൻ വേണ്ടി സംവിധാനിക്കുന്നതാണ്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അതുമില്ലതാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആ നാശം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംശയം പുതിയതായിട്ട് എല്ലാ കൊല്ലവും പുതിയതായിട്ട് എല്ലാ വർഷവും മദ്യനയം കൈകാര്യം ചെയ്യാറുണ്ട്. അത് ഇപ്രാവശ്യം അടുത്ത കൊല്ലം അടുത്ത കൊല്ലം മാറ്റൂല. ഒറ്റ കാര്യമില്ല, ഞാൻ പറയുന്നത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് മാറ്റൂല. മാറുന്നു എന്നുള്ളത് മാത്രമേ മാറ്റമില്ലാണ്ടുള്ളൂ. അപ്പോൾ മദ്യനയം വരുമെന്ന് പറഞ്ഞാൽ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് മാറ്റം ഉണ്ടാവുമല്ലോ. അതൊന്നും പറയുന്നത് നയമതായാലേ പറയാൻ പറ്റുള്ളൂ. നയമൊന്നുമില്ല, ചർച്ച ചെയ്തില്ല. പരിശോധിക്കട്ടെ, നന്നായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും CPM തെറ്റായ നിലപാട് എവിടെയെങ്കിലും ഏത് മേഖലയിലായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു. അത് ഞാൻ പറഞ്ഞില്ല, ഒരു സീറ്റ് ഉറപ്പാണ്. അത് തന്നെയാണ് വസ്തുനിഷ്ഠമായി സംഭവമല്ലേ. ഞാൻ അന്നേ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്താനും ചർച്ച നടത്തിയിരിക്കും. ജയിക്കുന്നത് ആരാണ്, പോകുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം. ഇനി അതിലൂടെ നമ്മുടെ മനസ്സ് കുറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം ഇനിക്കോട്ടെ. അത് ആ ടീമിൽ തന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെയായിരുന്നു. 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പകർപ്പെടുത്തി ഒരു വിപ്ലവം. നാളെയോ? പക്ഷെ നമുക്കിതിനെ എനിക്കൊക്കെ CPM 0 എന്നായിരിക്കും നിങ്ങളെ അതിനൊന്നും എനിക്ക് യാതൊരു ഉൾപ്പെട്ടില്ല. നാളെ 20 UDF-ഉം 1 0 CPM ആണെന്ന് നിങ്ങളുടെ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ അങ്ങനെയായി പോയി. ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെയെല്ലാം അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കേട്ടാ, നിങ്ങൾ 0 പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുണ്ടല്ലോ. അതിനപ്പുറം നൽകില്ലല്ലോ, മൈനസ്. പൂജ്യത്തിന് അപ്പുറത്തേക്ക് കിടക്കേണ്ട കാര്യമില്ല. 0 പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ പറയാതെ നമുക്ക് ഇപ്പോഴും വ്യക്തിയില്ലെങ്കിൽ പിന്നെ നാളത്തെ എക്സിറ്റ് പോൾ ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല.
UDP അല്ലെങ്കിൽ BJP. അപ്പോൾ BJPയുടെ സഖ്യകക്ഷികളായ മാധ്യമങ്ങളെയും പറയേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഞങ്ങൾ ഈ മാധ്യമങ്ങളോട് പറയുന്നത് എന്തിനാണ്? എല്ലാം രാജ്യാപേട്ടയില്ല, അതെന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ല. എങ്ങനെയൊക്കെ രാജ്യം അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞത് കൃത്യമായി കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് റീകാസ്റ്റ് ചെയ്യണം. ആ ഒരു നിങ്ങൾ ആരാകുന്നു, നിങ്ങൾ എങ്ങനെയാണ് അവതരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. കേട്ടാ, നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളെ പറ്റുന്ന കാര്യം പറയുന്നത്, നിങ്ങൾ ഈ വാർത്താ ശൃംഖലയിലുള്ള ഓരോന്നും എന്താണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംഭവ പരമ്പരകളാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, വരികൾക്കിടയിൽ വായിക്കാൻ കാണുന്നതിനപ്പുറം കാണാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ അവസാനത്തെ വാക്ക് നിങ്ങളുടെ വാക്കുണ്ട്, അയ്യാ നിഷേധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ വാക്കാണ് അവസാനത്തെ വാക്ക് എന്നതിന് കാരണം. പക്ഷെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം MP വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണത്തിൽ ചരിത്രകാരനായിട്ടുള്ള രാമചന്ദ്ര ഗുഹ നടത്തിയ പരാമർശം അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, അതായത് ചരിത്രത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ചരിത്രത്തിൽ ഏകാധിപത്യ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിൽ ചരിത്രകാരന്മാർക്ക് പറഞ്ഞു പോയി കാര്യം. ചരിത്രകാരനായിക്കൊള്ളുന്നില്ല. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ചരിത്രകാരനായിക്കൊള്ളുന്നില്ല. അയാളുടെ ഭീഷണുണ്ട്. ആ ഭീഷണി പറഞ്ഞു നോക്കുകയും MGS നാരായണൻ ഏറ്റവും നല്ല ചരിത്രകാരനുണ്ട്. നല്ല ചരിത്രകാരനല്ലേ MGS? എനിക്കൊക്കെ ബഹുമാനമുള്ള ഒരു ചരിത്രകാരനാണ്. ജീസ് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഭൗതികവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തയ്യാറായ ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ട് അയാൾ കുറേ കാലം ഇന്ത്യയുടെ ചരിത്ര കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിലുണ്ടായിരുന്നതാണ്. അവസാന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അയാൾ മാറി, പിന്നീട് വീണ്ടും അയാൾ മാറി. അപ്പോൾ ഇവരെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞല്ലോ അതോടുകൂടി അദ്ദേഹം ചരിത്രകാരനല്ല എന്ന് ഞാൻ പറഞ്ഞ തെറ്റി. അദ്ദേഹം ചരിത്രകാരനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് പോകുന്നത്. അവർക്ക് എല്ലാവരെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും വിശദീകരിക്കുമ്പോഴും അവർ പൊതുവായി നൽകുന്ന സംഭവമാണ് വിശകലനം ചെയ്യുക. ശ്രേയസ്കുമാറിനെ പറ്റി പരാമർശിക്കുമ്പോൾ വന്നിട്ടൊരു പരാമർശം നിങ്ങൾക്ക് പറയുന്നത് അല്ലേ? ആ പരാമർശം ശരിയില്ല, തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏകാധിപതിയായ മുഖ്യമന്ത്രി കേരളത്തിലില്ല, അത് ഞാൻ പറഞ്ഞു. അതവിടെ നിർത്തുന്നതല്ലേ. ചരിത്രകാരന്മാർക്ക്, സംഗീതജ്ഞന്മാർക്ക്, ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കാർ, അതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിഭയാണ്. ആ പ്രതിഭ അങ്ങനെ തന്നെ വെച്ച് പോകുന്നതാണ് നല്ലത്. അടയാളപ്പെടുത്തിയിട്ട് വേണ്ടാതെ രീതിയിൽ അറകളിൽ തീർക്കണം, അറകളിൽ തീർക്കണ്ട. അതിനെ പോയാൽ അറിയാം. പറഞ്ഞു കഴിഞ്ഞുണ്ട് നൽകിയെന്നോ അയാൾ നമ്മുടെ കൈ പറഞ്ഞ ഏതെങ്കിലും തെറ്റായതുകൊണ്ട് തെറ്റാതുകൊണ്ടാണ് നമ്മുടെ കൈത്തെ ഒന്ന് നിങ്ങൾ ആധികാരികമായിട്ട് ബോധിക്കാൻ പാടും. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ വേണമെന്ന് പറഞ്ഞത് അവർ രണ്ടാളും അദ്ദേഹം അതിനെ നിഷേധിച്ചു. അത് കളവാണെന്ന് വ്യക്തമായി. അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല. അതായത് ഇങ്ങനെയുള്ള കുറെ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് പറയേണ്ട കാര്യമുള്ളത് ഇതാണ് പൊതുമനാണോ? ഇന്ത്യ മുന്നണിയിൽ സർക്കാരിന്റെ ഭാഗമാകുന്നത് ഇന്ത്യ മുന്നണി വരട്ടെ. ഇല്ലാതൊരു കാര്യത്തിനെ പറ്റി ഇപ്പോൾ തന്നെ ചർച്ചയുടെ കാര്യമുണ്ടോ? വന്നു കഴിഞ്ഞാൽ അപ്പോൾ നോക്കാനായിരിക്കും. അതെല്ലാം നോക്കുന്ന രീതി വെച്ചാണല്ലോ. ഇവിടെ നിന്നാണ് മന്ത്രി അല്ലേ? ഇവിടെ നിന്നാണ് മന്ത്രി. 3 മന്ത്രിമാരെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിൽ BJP. അതുപോലെ മന്ത്രിപ്പണിക്ക് വേണ്ടി ഇപ്പോഴേ 30 മണി തുടങ്ങുന്നതാണ് പറഞ്ഞ മണിക്കാർ. ഞങ്ങൾ ആദ്യം
അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ദിശാബോധത്തോടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സഖാക്കളെയാണ് നേതാക്കന്മാരെയാണ് നിർത്തിയിരുന്നത്. അവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാക്കാം, അവരെ കേന്ദ്ര ധനകാര്യമന്ത്രിയാക്കാം, വിദേശകാര്യമന്ത്രിയാക്കാം, എന്തെല്ലാം മന്ത്രിയാക്കണോ അവരെല്ലാം ആക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ പ്രധാനപ്പെട്ട അടുത്തുള്ള രാജ്യങ്ങളുടെ നേതാക്കന്മാരെല്ലാം. അതുകൊണ്ട് അവരെല്ലാം നാളെ മന്ത്രിയാവാൻ പോകണം, വിദേശകാര്യമന്ത്രിയാവാൻ പോകണം എന്ന അവസ്ഥയില്ല. അവർക്കല്ല അതിനുള്ള എല്ലാമുള്ള കഴിവുള്ളവരാണ്. എന്ത് അവരുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് മന്ത്രിയാവനാണ്. അതയാൾ തുറന്നു പറഞ്ഞു. നന്നായി. വി ഡി സതീശന് നന്ദി. അദ്ദേഹത്തിന്റെ ജന്മദിനം ആണ്. അതുകൊണ്ട് എല്ലാ ആശംസകളും ഈ ഒരു പ്രഖ്യാപനത്തോട് എനിക്ക്, കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു വലിയ ചാൻസ് നമുക്ക് പോയി, മന്ത്രിയായി പോകാനുള്ള ചാൻസ് ഇല്ലാതായി പോയി എന്നത് അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. അതല്ലേ ഇന്ന് പത്രത്തിൽ കൊടുത്ത ചോദ്യോത്തരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. അത് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിനത്തിൽ അല്ല, അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ആദ്യത്തെ പ്രയോഗം തന്നെ മനസ്സിലായല്ലോ എന്താ ലക്ഷ്യം. നഷ്ടപ്പെട്ടു പോയി തിരിച്ചു പിടിക്കല്ലേ. അപ്പോൾ ഭൂരിപക്ഷം പിടിക്കുക മാത്രമല്ല മന്ത്രിയാകാതെ ഉൾപ്പെടെയുള്ള കാര്യമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഉന്നം. പക്ഷെ അതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഓർമ്മയിച്ചു. ഞാൻ ഇതിന്റെ ഒപ്പം പറയേണ്ട വെച്ചാണ് ഇവരെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കേരളത്തിൽ ഈ നിങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അതിന് പഴക്കം കൊണ്ടുപോയി. ഒരു പുതിയ സാധനം പുതിയ രീതി അവതരിപ്പിക്കുന്ന പോലെയല്ല. ഇതുവരും ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ചാകുന്ന ഈ രക്ഷപ്പെടില്ല കേരളത്തിൽ. വയനാട് അത് നമ്മളെ ആശ്രയിച്ചല്ലോ നിൽക്കുന്നത്. ജനങ്ങളെങ്ങനെ തീരുമാനിക്കാൻ നോക്കാം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ നല്ലപോലെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്.